ഞാൻ വിത്തിട്ട് മുളപ്പിച്ച് പൂക്കൾ വരാൻ തയ്യാറായി നിൽക്കുന്ന എന്റെ സ്വന്തം ചെടിയുടെ കടക്കൽ ഞാൻ ഇന്ന് കത്തിവെക്കാൻ പോവാ. ലാസറേ, വേണ്ടതങ്ങ് ചെയ്തരടാ. ദിവസേന കഴിക്കുന്ന കോട്ടയൊക്കെ തെറ്റി 2-3 പെഗ് കൂടുതലായിട്ടുണ്ട്. തട്ടിപ്പോട്ട് സ്വാമി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ആർക്കും ഒരു വിലയുമില്ല, മക്കൾക്കുമില്ല, ഭാര്യയ്ക്കുമില്ല, കുടുംബത്തിലാണെങ്കിൽ സ്വസ്ഥതയുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ഈ ഇരിക്കുന്ന ഇരിപ്പില് ഈ കുടിക്കുന്ന കള്ളിന്റെ ഹാങ് ഓവറിലങ്ങ് പോവാൻ പറ്റിയ അത്രയും ഭാഗ്യം. ഇതിലും വലിയ പ്രതിസന്ധികൾ വന്നിട്ടുള്ളതല്ലേ. അന്നൊന്നും മഹേന്ദ്ര സാറിനെ ഇത്രയധികം സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ചങ്കില ആഴത്തില് നല്ല മൂർച്ചയുള്ള കത്തിക്ക് കുത്തിയ അനുഭവം എനിക്ക്. കുത്ത് കിട്ടിയത് മക്കളിൽ നിന്നാണെന്ന് ഓർക്കുമ്പോ ആ മുറിവിന് വേദന അല്പം കൂടും. ഇന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ഇരുന്നതാ. ഇന്ന് അല്പം മദ്യം കൂടുതലകത്ത് ചെല്ലൂ എന്നുള്ളത് അറിയാം. സ്വാമി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മാണിക്കോട്ട് മഹേന്ദ്രന്റെ മരുമകനാണെന്നും പറഞ്ഞ് ആർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള എന്ത് യോഗ്യതയാണ് അവനുള്ളത്? പറ. അവനും എന്റെ മോളും കൂടെ ഒരുമിച്ച് നിന്നാൽ തന്നെ എന്ത് ചേർച്ചയാണുള്ളത്? ഈ ഉള്ളിലെ നീറ്റലങ്ങ് മാറണം സ്വാമി. ഒഴിയടാ. അതിന് 1-2 ശരിക്കകത്ത് പോണം. ആ അരങ്ങത്തുകാരോട് ഒന്നുകൂടി സംസാരിച്ച് നോക്കിയാലോ? അതൊന്നും വേണ്ട സ്വാമി. അവർക്ക് മുമ്പിൽ ഇനിയും നാണം കെട്ട് തലയും കുമ്പിട്ടിരിക്കാനൊന്നും ഈ മഹേന്ദ്രന് കിട്ടില്ല. വലിയ കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ മാടുകളെ കൂട്ടത്തോടെ വാങ്ങിച്ച് അറുത്ത് വിറ്റ് ജീവിക്കുന്നവരെക്കാളും കഷ്ടമാ അവരുടെ പ്രവൃത്തികളും. ഞാൻ വെല്ലുവിളിച്ചിട്ട് പോന്നതാ. അവരെക്കാളും വലിയ കുടുംബക്കാരെ കൊണ്ട് മോളെ കെട്ടിച്ചു കാണിക്കുമെന്ന് പറയുകയും ചെയ്തു. വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം, അല്ലാതെ എന്ത് പറയാനാ? ഇങ്ങോട്ടാ. ഇനിയും കഴിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. അങ്ങ് പോട്ടെ സ്വാമി. അല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ എന്നേക്കുമായിട്ട് പോയ മട്ട. പിന്നെ നോക്കിക്കാതെ ഒഴിയടാ. എന്നെ തോപ്പിക്കാൻ നടക്കുന്നത് എനിക്ക് കഞ്ഞിയും കറിയും വെച്ച് തരേണ്ട എന്റെ ഭാര്യയും അതും കഴിച്ചോണ്ട് ഈ വീട്ടിൽ കിടക്കേണ്ട എന്റെ മക്കളുമാ. പിന്നെ എങ്ങനെ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും? പഴയ ഒരു ചൊല്ലുണ്ട്, ഈ മാമ്പ് കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. അത് എന്റെ ജീവിതത്തിൽ വളരെ കറക്റ്റാണ് സ്വാമി. അന്നം പുന്നാരമായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് ശിവനെ. ഇന്ന് അവൻ അച്ഛനെതിരെ ആയുധം എടുത്തിട്ട് പെങ്ങക്ക് രക്ഷകനായിട്ട് മാറിയിരിക്കുന്നു. ജനിപ്പിച്ച അച്ഛൻ ശത്രു. തോറ്റു കൊടുക്കേണ്ടി വരുന്നിടത്ത് തോറ്റു കൊടുക്കാം, പക്ഷേ അതിനും ഒരു ന്യായം വേണം. ജനിപ്പിച്ച അച്ഛൻ ശത്രു. തോറ്റു കൊടുക്കേണ്ടി വരുന്നിടത്ത് തോറ്റു കൊടുക്കാം, പക്ഷേ അതിനും ഒരു ന്യായം വേണം. ന്യായമല്ലാതെ ചെയ്യുന്ന എന്തും അന്യായമാണ്, അല്ലേ സ്വാമി? ഒഴിയടാ. അന്യായം നടന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറ സ്വാമി, പറ. അന്യായം ചെയ്തെന്ന് ബോധ്യമായാൽ അതിനെതിരെ ആക്ഷൻ എടുക്കണം. അപ്പോ ഞാൻ ആക്ഷൻ എടുക്കാൻ പോവാ. പച്ച മലയാളത്തിൽ പറഞ്ഞ നല്ല കിണ്ണം കാച്ചിയ കൊട്ടേഷൻ ഞാൻ അങ്ങ് കൊടുക്കാൻ പോവാ. മഹേന്ദ്ര സാറേ, ഇന്നിനി കഴിക്കണ്ട. ഇതിപ്പോ വല്ലാതെ ഓവറാ. ഓവർ ആവണമല്ലോ. ജനിപ്പിച്ച തന്തയ്ക്ക് മുകളിൽ തന്റെ ഇടം കാണിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അത് മുളയിലേ അങ്ങ് നുള്ളണം. ഞാൻ വിത്തിട്ട് മുളപ്പിച്ച് പൂക്കൾ വരാൻ തയ്യാറായി നിൽക്കുന്ന എന്റെ സ്വന്തം ചെടിയുടെ കടക്കൽ ഞാൻ ഇന്ന് കത്തിവെക്കാൻ പോവാ. ലാസറേ, വേണ്ടതങ്ങ് ചെയ്തരടാ. അതാണ് എനിക്ക് ജയിക്കാനുള്ള മാർഗമെങ്കിൽ അതങ്ങ് ചെയ്തേക്കണം. ഇത് വേണോ? സ്വന്തം ചോരയാണ്.
സ്വന്തം ചോരയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സ്വാമി എന്റെ കൺമുന്നിൽ നിന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. മാണിക്കോത്ത് മഹേന്ദ്രന് മക്കളല്ല, മക്കൾക്കും മേലെയാണ് വാശി. അപ്പൊ ലാസറേ, വേണ്ടതങ്ങ് ചെയ്തേക്കടാ. മാണിക്കോത്ത് മഹേന്ദ്രൻ തോക്കം പാടില്ല ആരുടെ മുന്നിലും. ഡാ വിഷ്ണു, എന്തോടാ അവിടെ? നല്ല തണുത്ത കാറ്റുണ്ടച്ചാ. എടാ, ഇപ്പതാ മഞ്ഞ് വീഴുന്നുണ്ടടാ. ഈ സമയത്ത് മഞ്ഞ് കൊള്ളരുതടാ. ഡാ മക്കളെ, ചെല്ല് ചെന്ന് അത് പോയിക്കടാ. ഓ, അച്ഛൻ പോയി കിടന്നോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. ഈ ചെറുക്കൻ അയ്യോ അച്ഛാ, അച്ഛൻ ചെന്ന് കിടന്നോളാൻ. ഇങ്ങോട്ട് വാടാ നീ. അച്ഛാ ഞാൻ വന്നോളാം. പിന്നെ ഈ സമയത്ത് മഞ്ഞ് കൊള്ളരുതടാ. പണ്ടേ ഞാനും ഭാമയും കൂടിയേ അത്താഴമൊക്കെ കഴിഞ്ഞ് കൊച്ചു വർത്താനവും പറഞ്ഞ് അല്ല അവിടെ അങ്ങനെ വന്നിരിക്കും. അതൊരു സുഖമുള്ള ഏർപ്പാടാ. അന്ന് നടന്നതും നാളെ നടക്കാനിരിക്കുന്നതും എന്തൊക്കെ നടത്തണമെന്ന് വേണ്ട ഒരു കുടുംബത്തിന്റെ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതേ ഈ ഒരൊറ്റ ഇരിപ്പില. അതില് സ്വപ്നങ്ങളുണ്ടാവും, നടക്കാതെ പോയ നഷ്ടങ്ങളുണ്ടാവും. എല്ലാത്തിനും പുറമെ പരസ്പരമുള്ള സ്നേഹവും ഐക്യവും ഒക്കെ അവരൊറ്റ ഇരിപ്പി കിട്ടും. ഇന്നത്തെ ഭാര്യയ്ക്കും ഭർത്താനും ഒക്കെ അങ്ങനെ നിരിക്കാനോ സംസാരിക്കാനോ എവിടെയാ നേരം? കാശുണ്ടാക്കാനുള്ള നെട്ടോട്ടമല്ലേ. എന്നിട്ട് എന്തോ നേടുന്നേ? ഒന്നും നേടുന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ കിടന്നുള്ള ഓട്ടം മാത്രമാ. കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് എവിടാ ഈ സ്നേഹവും ബന്ധവും ഒക്കെ? ഇവിടെ എനിക്കിപ്പോ നിങ്ങളുടെ കാര്യത്തിൽ തോന്നുന്നതും അതൊക്കെ തന്നെ. ഒരു സംസാരം ഇല്ല, പഴയ പോലുള്ള കളിയും ചിരിയില്ല, ഒന്നിച്ചുള്ള പുറത്തുപോക്ക് പോലും ഇല്ല. എടാ, എന്തോടെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേ? എന്റെ വിഷ്ണുമോനല്ല ശാലിനിക്കൊപ്പം നിൽക്കുന്നതെന്നേ എന്റെ മനസ്സിലൊരു തോന്നല്. ഭഗവാനെ, ഓർമ്മ തെളിഞ്ഞ് വരികയാണോ? എനിക്ക് രക്ഷപ്പെട്ടു. ഞാൻ വിഷ്ണു അല്ല ശിവനാണെന്ന് പറഞ്ഞ് ഈ ഊരാക്കുടുക്കിന്ന് സലാം പറഞ്ഞ് രക്ഷപ്പെടായിരുന്നു. ഒന്നാമത് ഈ അഭിനയം എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് വശമില്ല. അതിൻ്റെ ഇടയിൽ മറ്റൊരാളായി ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും നടക്കണ കാര്യമല്ല. വിഷ്ണു അല്ലെന്ന് ഇപ്പൊ അങ്ങ് പറഞ്ഞാലോ?